China. Hello? Can you hear me? You got it. How much is 10 rupees? You better change the wine bundle. Why you will need 10,000? 10 rupees are not here. What's yours? The same government started. This same, I'm asking this government start only. You took bath. You what medicine? What is upstairs? Antibiotic. You what food you will have? Huh? What here? Who here? TV. Huh? Huh? News. You are hearing. 14th will either. 1 minute. Where I have to see whether I got my money back, Mukuma. സുരക്ഷാമേറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വലിയ വിവാദങ്ങൾ ഉയർന്നു വരികയും പാർലമെന്റ് അടക്കം വലിയ പ്രസിദ്ധമാകുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു. ചെയ്തപ്പോൾ പോലും കേന്ദ്ര സർക്കാർ അത്തരത്തിൽ ഒരു അത്തരത്തിലുള്ള ഒരു പ്രതികരണത്തിലേക്കും തയ്യാറായിരുന്നു. സുരക്ഷാ നീതിയുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണത്തിലേക്കും എത്തിച്ചേരുന്നതിന് സമാനമായിട്ടുള്ള സംഭവം തന്നെയാണ് ഈ കേസിലും കേന്ദ്ര സർക്കാരിന്റെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഫരീദാബാദ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരത്തിൽ കിലോ കണക്കിന് വരുന്ന രാസവസ്തുക്കളും ഈ മേഖലയിലേക്ക്, അതായത് ഡോക്ടർമാർ നടത്തുന്ന ഈ സംഘം വിവിധ മേഖലകളിലേക്ക് സഞ്ചരിച്ചത് ഇന്റലിജൻസ് വിവരങ്ങൾ ലഭ്യമായതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ കൂടെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ആ ഘട്ടത്തിൽ പോലും രാജ്യ സർക്കാരിന്റെ പ്രധാനപ്പെട്ട മേഖലയിൽ ഒന്നും തന്നെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന് ആയിട്ടില്ല. അത്തരം നടപടികളിലേക്ക് ആഭ്യന്തര മന്ത്രാലയം അതോടൊപ്പം തന്നെ പ്രതിരോധ മന്ത്രാലയം കടന്നില്ല എന്നതും ഏറെ വിമർശനമായി നിലനിൽക്കുകയാണ്. എന്തായാലും ഉണ്ടായിട്ടുള്ള ഈ ദാരുണമായിട്ടുള്ള സംഭവത്തിൽ കേന്ദ്ര സർക്കാരിന് വലിയ വീഴ്ച തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ അപകടം ഉണ്ടായ സമയത്ത് ഈ പ്രദേശവാസികളും അതോടൊപ്പം തന്നെ രക്ഷിതാക്കളൊക്കെ തന്നെ നമ്മൾ പങ്കുവച്ചിരുന്നത് ഈ അപകടം നടക്കുന്ന സമയത്ത് ട്രാഫിക് സിഗ്നലിലുള്ള പോലീസ്
So like then 26th, so how many days? If I order now, when you will get them? Now I will order. Huh? Okay. Let me see. എന്തായാലും നിലവിൽ ഈ യോഗം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം സുരക്ഷാ വർദ്ധിപ്പിച്ചതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണത്തിലേക്ക് ഇതുവരെ കേന്ദ്ര സർക്കാർ എത്തിയിട്ടില്ല. വിദ്യാർത്ഥികൾ പഠിക്കുന്ന രണ്ട് സർവകലാശാലകൾ അൽഫലാദ് യൂണിവേഴ്സിറ്റിയൊപ്പം ജാമ്യ മില്ലിയ ഈ രണ്ട് സർവകലാശാലകളെ ഒരു സംശയത്തിന്റെ നീരലിൽ നിർത്തിക്കൊണ്ട് നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു വിദ്യാഭ്യാസ കേന്ദ്രം എത്രയോ കാലങ്ങളായി ജാമ്യ മില്ലിയൊക്കെ ഈ രാജ്യത്തിന്റെ ഒരു വഴിക്കായി നിലനിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. അങ്ങനെയുള്ള രണ്ട് സ്ഥാപനങ്ങളെ ആകെ സംശയത്തിന്റെ നീരലിൽ നിർത്തുക, അവർ പഠിക്കുന്ന കുട്ടികളൊക്കെ ഭീകരന്മാരാണ് അല്ലെങ്കിൽ അതൊരു ഭീകര വ്യക്തികളുടെ കേന്ദ്രമാണ് എന്ന തരത്തിലേക്ക് ഒരു വ്യാഖ്യാനം കൊണ്ടുവരിക ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു പരിശോധനയാണ് മാത്രമേ ചെയ്യൂ. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട്. പ്രധാനപ്പെട്ടത് ഇതിൽ ഈ കേസുമായി ബന്ധപ്പെട്ട അതായത് ഇപ്പോൾ കൊല്ലപ്പെട്ടു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഡോക്ടർ ഉമർ, അതോടൊപ്പം കസ്റ്റഡിയിലുള്ള ഡോക്ടർ രണ്ട് ഡോക്ടർമാരടക്കം ശരീരം, അതോടൊപ്പം തന്നെ ജലീലടക്കമുള്ള ഡോക്ടർമാർ ജോലി ചെയ്തിരുന്നത് ഈ അൽഫലാദ് എന്ന് പറയുന്ന സർവകലാശാലയിലായിരുന്നു. ഇവിടെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു ഇവരുടെ ഭീകര പ്രവർത്തനങ്ങളൊക്കെ തന്നെ നിന്നുള്ള വിലയിരുത്തലിലേക്കാണ് NIA സംഘം എത്തിയിട്ടുള്ളത്. ATS നേരത്തെ തന്നെ അത് ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുണ്ട്. ജമ്മു കാശ്മീർ ATS ആണ് ഫരീദാബാദിൽ എത്തുകയും പിന്നീട് ഈ ഡോക്ടർമാരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇവിടെ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ നടത്തുകയും ചെയ്തിട്ടുള്ളത്. പ്രാഥമികമായിട്ടുള്ള പരിശോധന മാത്രമാണ് എന്നുള്ള കാര്യമാണ് NIA സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇത്തരത്തിൽ ന്യൂനപക്ഷ സ്ഥാപനങ്ങളെയൊക്കെ തന്നെ ഒരു വേട്ടയാടാനൊരു സമീപനം കേന്ദ്ര സർക്കാരിന്റെ അതോടൊപ്പം തന്നെ BJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അത് മുമ്പുള്ള ആക്രമണങ്ങളിലും അല്ലെങ്കിൽ മറ്റു വിഷയങ്ങളിലൊക്കെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാവുന്ന സമാനമായിട്ടുള്ള സമീപനം തന്നെയാണ് ഈ കേസിലും ഉണ്ടായിട്ടുള്ളത്. ഇത്തരത്തിൽ ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്താനും അതോടൊപ്പം തന്നെ ചില പേരുകളുടെ പേരിൽ ഒരു വിഭാഗത്തെ തന്നെ ദുരീകരണം നടത്തുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ ഭീകരാക്രമണത്തിലേക്ക് ചെന്നെത്തിക്കുന്നതിനടക്കമുള്ള ഒരു ആയുധമാർഗങ്ങൾ BJP ഇതിനെ ആക്കുന്നുള്ളത് ഏറെ നിർഭാഗ്യകരമായി നിലനിൽക്കുകയാണ്. എന്തായാലും